സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായ നമ്മുടെ കോടിയാൽ ധാരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപയുടെ സമയത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയമാണ്. 3 മണി സമയം കാൽവരിയിൽ കർത്താവ് മിശിഹ മനുഷ്യവംശത്തെ മുഴുവനും വീണ്ടെടുക്കുവാനായിട്ട് ഇത്രമാത്രം കരുണ ചൊരിഞ്ഞ സമയം. ദൈവത്തിൻ്റെ അനന്തമായ കരുണ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട സമയമാണ്. കർത്താവേ, ഇത്രമാത്രം കാരുണ്യത്തോടെ നീ ഞങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും താഴ്മയോടെ ഇതാ നിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹനീയമായ നിൻ്റെ സ്നേഹവും കരുതലും കരുണയുമെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ ശരീരത്തിൽ ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളികളുടെയും യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ചിന്തിയ ഓരോ രക്തത്തുള്ളികളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ നിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ഒരു വലിയ ബോധ്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഈ ഒരു പ്രാർത്ഥന ഏറ്റവും ഭക്തിപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നിറയും. പ്രത്യേകിച്ച് മരണസമയത്ത് ദൈവം ഒരിക്കലും കൈവിടാത്ത രീതിയിലുള്ള വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിറയും. കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഈ പ്രാർത്ഥന ചെല്ലണമെന്നുള്ള കാര്യം ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ശക്തമായ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ വചനം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. 136 സങ്കീർത്തനം പറയുന്നു, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ സത്യം ലോകത്തെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ദൈവം ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നൊരു കാര്യമാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ കാരുണ്യവാനാണ്, നീ എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുക. അതേ സമയത്ത് പിശാച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ ഒരു വലിയ സത്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയും ഈ സത്യം നമ്മുടെ മുമ്പിൽ മറച്ചു വയ്ക്കുകയും ചെയ്യും. കാലാകാലങ്ങളായിട്ട് ദൈവം ഓരോ വ്യക്തികളിലൂടെയും ഈ ഒരു വലിയ സന്ദേശം ലോകത്തെ മുഴുവനും പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ കൃത്യമായിട്ട് നമ്മളെ വീണ്ടും വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, കർത്താവ് നല്ലവനാണ്, അവിടത്തേക്ക് നന്ദി പറയുക, കാരണം അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദേവന് നന്ദി പറയുവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥൻ നന്ദി പറയുവൻ,
അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 136 സങ്കീർത്തനം തുടരെ പറയുന്ന കാര്യം ഇതാണ്: കർത്താവിൻ്റെ കാരുണ്യം അത് അനന്തമാണ് എന്നുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 135 സങ്കീർത്തനം: കർത്താവിനെ സ്തുതിക്കുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവൻ, അവിടുന്ന് കാരുണ്യവാനാണ്. സങ്കീർത്തനത്തിൻ്റെ ഉടനീളം നമ്മൾ കാണുന്നൊരു വലിയൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആ ഒരു വലിയ സവിശേഷത ഈ ഗ്രന്ഥകാരൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിക്കുവാനും മറ്റുള്ളവരെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ളൊരു പ്രേരണയും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത്രമാത്രം തിരിച്ചറിഞ്ഞൊരു വലിയ സത്യമാണ്: ദൈവം നല്ലവനാണ്, ദൈവം കാരുണ്യവാനാണ്. ഈ ഒരു വലിയ കാര്യത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് കാൽവരിയിലാണ്. കാൽവരിയിൽ കർത്താവ് മിശിഹ 3 ആണികളിൽ നമുക്ക് വേണ്ടി മരണം വരിച്ചപ്പോൾ അത് വെറുമൊരു മരണമല്ല, മറിച്ച് ലോകത്തെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുവാനായിട്ട്, പാപത്തിൻ്റെ ആ വലിയ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ദൈവം ബലിവസ്തുവായി മാറിയതാണ്. പ്രിയപ്പെട്ട, അപ്രകാരം ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലേഖന ഭാഗത്ത് നമ്മൾ പോകുമ്പോൾ പൗലോസ്ലീഹായുടെ ലേഖനം, തെസ്സലോനിക്കക്കാരുടെ എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 17-ാമത്തെ തിരുവചനം പറയുന്നു: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഇതിനു മുമ്പ് കൂട്ടിച്ചേർക്കുന്നുണ്ട്: നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട സഭയിലെ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിനെ പറ്റി ഒരു വലിയ കാര്യമാണ്. ദൈവത്തോട് ചേർന്ന് ദൈവം കാരുണ്യം കാണിച്ചത്, നമ്മൾ അനുഭവിച്ചതും ഒക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമുക്കൊരിക്കലും സങ്കടപ്പെട്ടിരിക്കുവാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും സങ്കടപ്പെട്ട് വേദനിച്ചിരിക്കാനല്ല, മറിച്ച് ആ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ എപ്പോഴും. അതുകൊണ്ട് ഈ ഒരു ആനന്ദത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ദൈവം കരുണ കാണിച്ചതിൻ്റെ അടയാളമാണ് ഓരോ ക്രിസ്ത്യാനിയും. രണ്ടാമതായിട്ട് പറയുന്നതാണ് എപ്പോഴും പ്രാർത്ഥിക്കുവിൻ. ഈ ഒരു വലിയ കൃപ, പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച വലിയ കൃപ, അത് എന്നും നിലനിൽക്കുവാനായി ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം. അതാണ് എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം പറയുന്നത്. നമുക്കറിയാം, എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ചിലതല്ല, നമ്മുടെ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയായിട്ട് മാറണമെന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ സഭയിലെ വിശ്വാസികൾ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും പറയുന്നതോ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക, ദൈവത്തിന് നന്ദി പറയുക. കാരണം സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്രമാത്രം എളുപ്പമുള്ള ഒരു കാര്യമല്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ശക്തമായ കഠിനമായ പ്രയത്നവും പരിശ്രമവും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് കൊളോസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇവിടെ പൗലോസ്ലീഹ ഓരോ ക്രിസ്ത്യാനിയെയും വിളിക്കുന്ന ഒരു വലിയ അഭിസംബോധന പ്രകാരമാണ്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, ക്ഷമ എന്നിവ ധരിക്കുവിൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വലിയ മൂല്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ഒരു മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്നുള്ള കാര്യമാണ്. ഇത്രമാത്രം കരുണ ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുതലുമൊക്കെ നമ്മൾക്ക് അർഹതയില്ലാതിരുന്നിട്ടും, പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നിട്ടും, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയിട്ടും വീണ്ടും പാപത്തിലേക്ക് തന്നെ വീണുപോയിട്ടും
കർത്താവ് നമ്മളെ അത്രമാത്രം കാരുണ്യത്തോടെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് പൗലോസ്യനായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്, ഓരോ പാപിക്കും അർഹതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം. ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന അളവറ്റ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ അത്രമാത്രം കരുണ കാണിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നുള്ള കാര്യമാണ് ലേഖന ഭാഗത്ത് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ടാണ് വാത്സല്യഭാചനങ്ങളും പരിശുദ്ധനും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഈ കാര്യങ്ങൾ ധരിക്കാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള വലിയ ആയുധങ്ങളാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയുള്ള ആയുധങ്ങളാണ് ക്ഷമയും കാരുണ്യവും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയത്ത് കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകമെമ്പാടുമുള്ള സകലരിലും കർത്താവിൻ്റെ കാരുണ്യം നിറയുവാനും കഠിന പാപികളുടെ മാനസാന്തരത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇതൊരു വലിയ ആത്മീയ സമരമാണ്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തിന്മയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം, അവിടെയൊക്കെ നമുക്ക് ശക്തിയായിട്ട് ആയുധമായിട്ടുള്ളത് കർത്താവ് തന്നെയാണ്. ആ കർത്താവിനെ സ്വന്തമാക്കി കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെയും, ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും, ജോലി മേഖലകളിലെ തടസ്സങ്ങളും, മറ്റു മേഖലകളിൽ നമ്മൾ അനുഭവപ്പെടുന്ന എല്ലാ തടസ്സങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ കഴിവിലോ ഞങ്ങളുടെ ശക്തിയിലോ സ്വാധീനത്തിലോ സമ്പത്തിലോ ഒന്നുമല്ല ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത്. കർത്താവേ, ഞങ്ങൾ നിന്നിലാണ് ആശ്രയം വയ്ക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കർത്താവേ, നിൻ്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞ് ആ കാരുണ്യത്തിൻ്റെ പ്രതിരൂപങ്ങളായി ജീവിക്കുവാൻ, കാരുണ്യത്തിൻ്റെ അടയാളങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, പാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ച് കർത്താവേ അത് മനസ്സിലാക്കി തന്ന് യഥാർത്ഥ അനുതാപത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ ഉപേക്ഷിച്ച് അങ്ങയുടെ സ്നേഹം മറന്ന് അങ്ങയുടെ കാരുണ്യത്തെ വിലമതിക്കാതെ മാറി നടക്കുന്ന എല്ലാവരെയും കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യക്കടലിൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് കരുണക്കടലിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കുന്ന നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അത്രമാത്രം കാരുണ്യത്തോടെ, കരുതലോടെ, സ്നേഹത്തോടെ നമ്മളെ ആശീർവദിക്കുവാനായതായ ദൈവം ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കണം. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ സങ്കേതവും നീ മാത്രമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ
ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും